വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, യോഗത്തിന്റെ അധ്യക്ഷൻ ഭാരതീയ പട്ടിണ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിനോൻ, സ്വാഗതം ആശംസിച്ച ശ്രീ അനൂപ് പ്രഭു, യോഗം ഉദ്ഘാടനം ചെയ്ത എക്കണോമിക്സ് എന്ന നിലയിലെ എക്കണോമിക് സെല്ലിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി വിനീത ഹരിഹരൻ, ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ ടെറി, ജെയിംസ് ചേട്ടൻ ഉൾപ്പെടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും 2020-യുടെയും BJP-യുടെയും BDS-ന്റെയും ഒക്കെ നേതാക്കന്മാരെ, യുവമോർച്ചയുടെ നേതാക്കന്മാരെ എല്ലാവർക്കും പ്രായം. ആദ്യം തന്നെ എല്ലാ വേദികളിലും ആവർത്തിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമ്മളിവിടെ മത്സരിക്കുന്നത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനല്ല, ജയിക്കാൻ വേണ്ടിയാവണം. ജയിക്കാൻ വേണ്ടി ആകേണ്ട മൈൻഡ് സെറ്റ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂ. അപ്പോൾ ആ മൈൻഡ് സെറ്റോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകൂ. എങ്ങനെ ജയിക്കാമെന്നുള്ള മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ ലോകത്തുണ്ട്, നമുക്ക് മുന്നിലുണ്ട്. പരാജയപ്പെടും എന്ന് ചിന്തിച്ചിടത്തു നിന്ന് വിജയിച്ചു കയറുമെന്ന നിരവധി മനുഷ്യരുണ്ട്. പരാജയപ്പെടുത്താൻ വേണ്ടി സമൂഹം ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 845 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പരിഹാസം കേട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറാൻ കഴിഞ്ഞതിനുള്ള അഭിമാനമാണ് ഞാൻ ആദ്യം പങ്കുവയ്ക്കുന്നത്. ഈ ഫലമുള്ള മാവിലല്ലേ കല്ലെറിയത്തുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായി കല്ലെറിഞ്ഞുള്ളൂ. എല്ലാ കോട്ടകളും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കട്ടയിൽ നിന്നാണ്. ആ ഓരോ കട്ടകളും അടുക്കി വെച്ചാണ് എല്ലാ കോട്ടകളും കെട്ടിപ്പടുത്തിട്ടുള്ളത്. എല്ലാ കോട്ടകളും പൊളിഞ്ഞു തുടങ്ങുന്നത് ഒരു കട്ടയിൽ നിന്നാണ്. എന്നെ എത്രയോ പേർ എന്നോട് സംസാരിച്ചു കഴിഞ്ഞു ഇത്തവണ ഓരോ തകിലിനാണെന്നുള്ള കാര്യം. അപ്പൊ ഈ കോട്ടകളുടെ പൊളിയുന്നതിന്റെ ആദ്യത്തെ തുടക്കമാണ് ഇത്തവണത്തെ വോട്ട് തകിലിനാണെന്ന് ഈ നാട്ടിലെ തൃക്കാക്കരയിലെ നിരവധി മനുഷ്യർ എന്നോട് പറഞ്ഞു തുടങ്ങിയത്. ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഞാൻ ഇത്തവണ എന്റെ വോട്ട് അകിലിന് കൊടുക്കും എന്ന് ഇന്നലകളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തത് ചിന്തിച്ചാൽ അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിജയം. പലപ്പോഴും നമ്മളൊക്കെ വോട്ട് പിടിക്കുന്നത് നമ്മുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാരെ കാണുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് എതിരാളികളെ കാണണമെന്നുള്ളതാണ് കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ട സാധ്യതകളും സാഹചര്യങ്ങളും നമുക്ക് അവർക്കായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഞാൻ കൂടുതൽ പ്രസംഗിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചെറിയൊരു ആട്ടം അത് മാറി. അപ്പോൾ നമുക്ക് ആട്ടം മാറ്റിയ മണ്ഡലം പ്രസിഡന്റ് വിനുകുമാറിന് നന്ദി രേഖപ്പെടുന്നു. അപ്പോൾ പ്രസംഗിക്കുന്നില്ല, പ്രവർത്തിച്ച് കാണിക്കാനാണ് ഇഷ്ടം. എന്നോട് പലരും ചോദിച്ചു, തൃക്കാക്കരയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, തൃക്കാക്കരയിൽ ചില കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വരും തലമുറയുടെ ഭാവി തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ കൊച്ചിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാസലഹരി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതും പിടിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതൊക്കെ തന്നെ ഒരുപക്ഷെ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അണ്ടറിലായിരിക്കും. ഈ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇന്ന് നമ്മുടെ ഒരുപക്ഷെ നമുക്ക് ആർക്കും ഈ പറയുന്ന വികസനങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഒരു അമ്മയ്ക്ക് തന്റെ മകളെ അല്ലെങ്കിൽ തന്റെ മകനെ സുരക്ഷിതമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി മനുഷ്യരുടെ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അവരോട് പോയിട്ട് എന്തിനാണ് പറയുന്നത്, ഞാൻ ഇവിടെ മണിമാളികകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പുഷ്ടമായി ജീവിക്കാൻ പറ്റും നിങ്ങളുടെ സാധനം കൊണ്ടുവന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് അല്ലെങ്കിൽ എല്ലാ രക്ഷകർത്താക്കൾക്കും സമാധാനപൂർണമായ ഒരു ജീവിതം, വരും തലമുറയ്ക്ക് തലച്ചോറ് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന തലച്ചോറുള്ള ഒരു ചിന്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമൊക്കെയാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ. യുവാക്കൾക്കായിട്ടും വരും തലമുറയ്ക്കായിട്ടും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇന്നോട് നടത്തുന്ന പരിപാടി യുവ സംഗമം എന്നാണ്. ആക്ച്വലി ഇപ്പം എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയും, എൻ്റെ അടുത്ത് ഞാനും കൊച്ചു പയ്യനാണ്, അല്ലെങ്കിൽ 30 വയസ്സായി. അപ്പോൾ എന്നാലും ഒരാളെങ്ങനെയാണ് പ്രായമാവുന്നത്, ഒരാൾക്ക് എങ്ങനെയാണ് വാർദ്ധക്യം വരുന്നത്? സംസ്കൃതത്തിൽ മനോവൃദ്ധി, ജ്ഞാനവൃദ്ധി, വയോവൃദ്ധി എന്നാണ് പറയുന്നത്. വാർദ്ധക്യം വരുന്നത് 3 രീതിയിലെന്നാണ് പറയുന്നത്. മനോവൃദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പ്രായമാവുന്നവർ, വയോവൃദ്ധി എന്ന് പറഞ്ഞാൽ വയസ്സുകൊണ്ട് പ്രായമാവുന്നവർ, ജ്ഞാനവൃദ്ധി എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് പ്രായമാവുന്നവർ. അപ്പൊ ഈ 3 തരത്തിൽ നമുക്ക് വാർദ്ധക്യം ബാധിക്കാം. ഏത് രീതിയിലാണ് നിങ്ങളുടെ യൗവനം നിലനിർത്തപ്പെടുന്നത് എന്നുള്ളത്, ഏത് രീതിയിലാണ്
നിങ്ങളുടെ വാർദ്ധക്യം വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതേ ഞാനിവിടെ 3 കുട്ടികൾ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളാണ്. എന്നെ സംബന്ധിച്ച് അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നെക്കാൾ എത്രയോ അറിവുള്ളവരാണ്. അവർക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ എനിക്ക് അറിയില്ല. അവിടെ പ്രായം കൊണ്ട് മുതിർന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് മോനെ ഞാൻ കുറെ ഓണം ഉണ്ടതാണെന്ന് പറയുന്ന സംസാരം ദൈവം ചെയ്ത് പ്രായമുള്ളവർ അവസാനിക്കണം. നിങ്ങൾ ഓണം കുറെ ഉണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും പല കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ ചില വിഷയങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇടപെടുമ്പോൾ പലരും പറയുന്ന കാര്യമല്ല, ഞാൻ ഓണം കുറെ ഉള്ളതാണ്. അമ്മാവനൊരു ഓണം ഉണ്ടോണ്ട സമയത്ത് ഞാൻ പഠിക്കായിരുന്നു അമ്മാവായിട്ട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം പറയാൻ അറിവ് ചെറുപ്പക്കാർക്കല്ല, കുട്ടികൾക്കല്ല, പ്രായമുള്ളവർക്കല്ല. അപ്പൊ എവിടെ നിന്നാണ് അനുഭവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അറിവുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിൽ ഏറ്റവും കരുത്തുള്ള ഒരു മനുഷ്യനായി മാറാനുള്ള പ്രധാന കാരണം 52 വയസ്സ് വരെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും സൃഷ്ടാവം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ആ മനുഷ്യൻ അറിവുകൾ സമ്മാനിച്ച അനുഭവങ്ങൾ സമ്മാനിച്ച അറിവിൽ നിന്നാണ് നേരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ചെന്നു കയറിയത്. ആരും ചോദിച്ചില്ല എന്താ യോഗ്യത എന്നോ. ഭാരതീയ ജനതാ പാർട്ടി RSS സൃഷ്ടിച്ച ഒരു സാധാ സ്വയം സേവകൻ മാത്രം, RSSന്റെ പ്രചാരകൻ മാത്രം. പക്ഷെ അനുഭവങ്ങൾ ഇന്ത്യയെ പഠിച്ചത്, ഇന്ത്യയുടെ സംസ്കാരത്തെ മനസ്സിലാക്കിയത്, ജനങ്ങളെ മനസ്സിലാക്കിയത് ഈ അറിവുകളിൽ നിന്ന് ആർജിച്ചെടുത്ത അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത ഈ അറിവുകൾ കൊണ്ട് ആ മനുഷ്യൻ ഗുജറാത്തിനെ മനോഹരമായി നയിച്ചു. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്രമണങ്ങളും ആ മനുഷ്യന്റെ നേരെ ഒരു പരിധിയിലപ്പുറത്തേക്ക് വർദ്ധിച്ചപ്പോൾ ആ മനുഷ്യൻ ഇന്ത്യൻ പ്രധാന പദത്തിലേക്ക് ഉയർന്നു. ഇന്ന് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രിയായി, ലോകത്തിലെ തന്നെ ലോകാരാധ്യനായ ഒരു നേതാവായി നരേന്ദ്രമോദി മാറിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് അനുഭവങ്ങൾ സമ്മാനിച്ച അറിവുകളാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളുടെ അറിവുകൾ എനിക്ക് വേണം, നിങ്ങൾ ആർജിച്ചെടുത്ത അറിവുകൾ എനിക്ക് വേണം, സർവ്വാത്മകമായ ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിച്ച അറിവുകൾ എനിക്ക് വേണം. ഈ തൃക്കാക്കരയിലെ ഓരോ മനുഷ്യന്റെയും അറിവുകളെ എത്ര മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു മനോഹരമായ ഒരു മണ്ഡലം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ഞാൻ പറയുന്നത്, വാഗ്ദാനങ്ങൾ നൽകി ആരെയും പറ്റിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെയും പറഞ്ഞു പറ്റിക്കാത്ത ജനപ്രതിനിധി ഉണ്ടാവണം. ജനങ്ങളുടെ മുന്നിൽ എല്ലാ കാലത്തും താഴ്ന്നു സംസാരിക്കാൻ ശേഷിയുള്ള ജനപ്രതിനിധി ഉണ്ടാവണം. വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് പരമാവധി താഴെത്തട്ടുവരെ യോഗാഭ്യാസികൾ പോലും കുമ്പിടാൻ പറ്റാത്ത രീതിയിൽ തട്ടിൽ കുമ്പിടിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ രാജാക്കന്മാരുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് പലരെയും പുച്ഛത്തോടെ കാണുന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തൃക്കാക്കര സൃഷ്ടിച്ചെടുക്കാം. നിങ്ങളുടെ മകനായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ ജ്യേഷ്ഠനായി, നിങ്ങളുടെ അനുജനായി, നല്ലൊരു സുഹൃത്തായി തൃക്കാക്കരയിൽ ഞാൻ ഉണ്ടാവുമെന്നുള്ള ഉറപ്പല്ലാതെ മറ്റൊരു ഉറപ്പും ഞാൻ നൽകുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ്. എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് മകനായി ഞാൻ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. എൻ്റെ അടുത്ത സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞാൽ അവന് വേണ്ടി ഞാനത് ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. എപ്പോഴാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി നിങ്ങളുടെ വാക്കുകൾ വില കൊടുക്കാതെ ഒരു ഏത് സാഹചര്യത്തിലാണ്? നിങ്ങൾ മറ്റാരെങ്കിലുമായി മാറുമ്പോഴാണ്. എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തപ്പോഴാണ്. ഞാനിപ്പം പല വീടുകളിലും കയറും. ഞാൻ പല വീടുകളിലും ഇത്രയേറെ അടുത്തിടപെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് അവരാരും മറ്റൊരാളല്ല. എനിക്ക് ഞാൻ കയറുന്ന ഓരോ വീട്ടിലെ അമ്മയും ഓരോ വീട്ടിലെ ഉമ്മയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി അവരെ ഇടപെടാൻ പറ്റുന്നത്. എനിക്ക് അഭിനയിക്കാൻ പൊതുവെ അറിയാത്ത ഒരാളാണ്. അതെന്റെ സിനിമ പരാജയപ്പെട്ടപ്പോൾ പലർക്കും മനസ്സിലായി കാണും. അപ്പോ ജീവിക്കുക, ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ ഒരാളായി, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി ഈ നാടിന്റെ MLA ആയി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ സംവാദം ചോദ്യോത്തര പരിപാടികളിലേക്ക് കിടക്കാം. കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൽ മനോഹരമായ ഉത്തരങ്ങൾ നൽകുക. ചോദ്യങ്ങൾ ഏറ്റവും മനോഹരമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.